ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനു വ്ളോഗ് 82ൻ്റെ വളരെ വ്യത്യസ്തമായൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ അച്ചുമോൻ്റെ ജൊനത്തുമോൻ്റെ 12ാമത് ജന്മദിനമാണ്. അപ്പം ഇന്ന് ഒക്ടോബർ 3. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ദാനമാണ് അച്ചുമോൻ. അപ്പോൾ അവൻ്റെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ദിവസത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ ചേർന്ന് കേക്ക് മുറിക്കുവാനും അപ്പോൾ സന്തോഷം പങ്കിടാനും മധുരം പങ്കിടാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സും ട്യൂഷനിലുള്ള കുറേ ഫ്രണ്ട്സും അതുപോലെ തന്നെ ബസ്സിലെ കുറേ ഫ്രണ്ട്സും ഈ ഫ്ലാറ്റിലെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-12ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. കുറച്ച് പേര് നേരത്തെ വന്നിട്ട് ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പോൾ അവരൊക്കെ കുറച്ച് മുന്നേ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരാനായിട്ട് ലേറ്റായിപ്പോയി, അതുകൊണ്ട് കേക്ക് മുറിക്കാനും ലേറ്റായി. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോളമായി. എന്തായാലും ഞങ്ങൾ കേക്ക് മുറിക്കുന്ന ആ ചടങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റും അച്ചുമോൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. കിച്ചു കൈ പിടിക്കുവാനേ. വേറെ പീസ് കട്ട് ചെയ്യുവാനേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ചുമൻ്റെ ഒരു പിറന്നാൾ ഒരു വ്ളോഗായിട്ട് എടുക്കുന്നത്. വ്ളോഗായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് വീണ്ടും ഇതൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അച്ചുവിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ജോയ് മാംസിലാണ്. സാധാരണ ഞങ്ങൾ ഏതൊരു ഫംഗ്ഷൻ വന്നാലും, പിറന്നാൾ വന്നാലും, വെഡിങ് ആനിവേഴ്സറി വന്നാലും, ക്രിസ്മസ് വന്നാലും കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ നല്ല മനോഹരമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെ അവർ ഡെലിവറി ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് വാഞ്ചോ കേക്കാണ്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. എന്തായാലും അച്ചുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നീ പറ ആരാ നീ? ഓക്കെ, അപ്പുനെ കണ്ടില്ലല്ലോ നീ. അപ്പുനെ പറ. ഇതാരാണ്? അയ്യോ, ഇത്തരത്തിലുള്ള ഓരോ സെലിബ്രേഷനും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിലൊക്കെ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വളരെ ചുരുക്കം തന്നെയാണ്. ഒരു ജന്മദിനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പായസം വെക്കുകയോ അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുകയോ നമ്മളും നമ്മളെ വീട്ടുകാരും മാത്രം ഉൾപ്പെടുന്ന ഒരു സന്തോഷം പങ്കിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സായി, അവരുടെ സ്കൂൾ മേറ്റ്സായി, അവരുടെ
ട്യൂഷൻ മേറ്റ്സായി അല്ലെങ്കിൽ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളോടൊപ്പമായിരിക്കും അവരുടെയൊക്കെ ഓരോ സെലിബ്രേഷനുകളും ആഘോഷിക്കുന്നത്. എന്തൊക്കെയായാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികൾക്കൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് നമ്മളെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് നമുക്ക് വേണ്ടത്ര സന്തോഷം കൊടുക്കുകയും അവരുടെ ഓരോ സെലിബ്രേഷൻ അവരുടെ കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിന് വലിയൊരു സന്തോഷം തന്നെ ലഭിക്കും. അച്ചുമോൻ ഫ്രണ്ട്സിനൊപ്പം കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രാജും ബിസ്മിയൊക്കെ അച്ചുവിനുള്ള സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എത്തിയത്. എല്ലാ പ്രാവശ്യവും സെലിബ്രേഷനും ബിനു കുണ്ട്ര കാണുന്നതാണ്. ഈ പ്രാവശ്യം നാട്ടിലായതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ അച്ചുവിനുള്ള വിഷസും കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു അവൻ. ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെ എത്രത്തോളം സന്തോഷിക്കുന്നു എന്നുള്ളത്. അവരുടെ ഓരോ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണിത്. അവരുടെയൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്നെയാണ്. നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വളരെ ചുരുക്കം തന്നെയായിരുന്നു. ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടൊക്കെ നമ്മളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ഒക്കെ ഒരു പായസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കേക്ക് മുറിച്ചൊക്കെ നമ്മളൊക്കെ ജന്മദിനങ്ങളൊക്കെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. പക്ഷേ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സും അവരൊക്കെ അത്തരത്തിലുള്ളൊരു ജന്മദിനമൊക്കെ ഓർത്തിരുന്നു കൊണ്ട് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേക്ക് മുറിക്കുകയും അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കിടുകയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മാതാപിതാക്കളായ നമുക്ക് അതിയായ ഒരു സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നമ്മളെ മക്കളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി കഴിക്കാൻ പോയത് മനാമയിൽ പുതുതായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഐസക് കിച്ചണിലേക്കാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അനിലച്ചാൻ അവിടെ ഉണ്ടായിരുന്ന സമയം ഏകദേശം 12 മണിയോളമായി. സാമാന്യം തെറ്റില്ലാത്ത തിരക്കുകളും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവിൻ്റെ 12ാമത് ബർത്ത്ഡേയും അതുമായി ബന്ധപ്പെട്ട സെലിബ്രേഷനും അതുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐശ്വര്യത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ശുഭപ്രതീക്ഷകളുടെയും മധുരങ്ങൾ നിറയുന്ന ഒരു ജന്മദിനം കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ പൂർത്തീകരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമായ വ്ളോഗുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.